ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഫൈസൽ. അപ്പോൾ പരീക്ഷയുടെ ചൂടിലാണ് എല്ലാവരും അല്ലേ? എനിക്കറിയാം, നമുക്ക് മുഖം കണ്ടാൽ തന്നെ അറിയാം വളരെ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുകയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട, പഠിച്ച കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു പോയിട്ട് ആത്മവിശ്വാസത്തോടെ പരീക്ഷ ചെയ്ത് എന്തായാലും ഈ പ്രാവശ്യം ഞാൻ പാസ്സാകുമെന്നുള്ളൊരു ആത്മവിശ്വാസം മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ ഇന്ന് മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് അല്ലേ. ഇത് കേട്ടിട്ട് LP UP ഒക്കെ ഉപകാരപ്പെടുന്ന, അവർക്കൊക്കെ പരീക്ഷ എഴുതുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും ആൻസർ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങളുടെ കമൻസ് ഒന്നും അറിയിക്കാൻ മറക്കരുത്. ഒന്നാം ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത് എന്നുള്ളതാണ്. ശരിയായ വാക്യം നമുക്ക് ചിലത് ഈസി ആണെന്ന് തോന്നും, പക്ഷെ നമ്മൾ ചിലപ്പോൾ കുരുക്കിച്ചെന്ന് ചാടും. ചിലത് ടഫാണെന്ന് തോന്നും, പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. എന്ന് പറഞ്ഞതുപോലെ ഈ ശരിയായ വാക്യത്തിൻ്റെ കാര്യങ്ങൾ നമ്മളൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ട് എഴുതണം. അത് ചിലപ്പോൾ സെൻറ്റൻസിലുള്ള മാറ്റങ്ങളാകാം. ഓക്കെ, അപ്പോൾ സെൻറ്റൻസിലുള്ള ചിലപ്പോൾ മാറ്റങ്ങളാകാം, ഒരേപോലെയുള്ള അർത്ഥമുള്ള പദങ്ങൾ ആവർത്തിച്ചിട്ടുള്ളതാകാം, അല്ലെങ്കിൽ ആ സെൻറ്റൻസിൽ വാക്യത്തിലെല്ലാം തെറ്റാകാം. നമുക്ക് നോക്കാം. ഇവിടെ അക്ഷരം അറിയാത്ത നിരക്ഷരയുടെ എണ്ണം കൂടുതലാണ്. സീബ്ര വരകൾ നടന്നു പോകുന്ന കാൽനട യാത്രികർക്ക് വേണ്ടിയുള്ളതാണ്. ഇതിലേക്ക് അയക്കുന്ന രചനകൾ പരമാവധി ചെറുതായിരിക്കണം. അന്ന് ആദ്യമായി കണി കണ്ടത് ഒരു കാട്ടാനയാണ്. ഇവിടെ ശരിയായ വാക്യം ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഇവിടെ അക്ഷരം അറിയാത്ത നിരക്ഷകർ, നിരക്ഷകർ എന്ന് പറയാൻ തന്നെ അക്ഷരം അറിയാത്തവരെന്നാണ്. അപ്പോൾ 2 റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അത് തെറ്റാണ്. സീബ്ര വരകൾ നടന്നു പോകുന്ന കാൽനടക്കാർ, നടന്നു പോകുന്നവരല്ലേ കാൽനടക്കാരെന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഒരേ ആശയത്തിൽ വരുന്ന 2 പദങ്ങൾ ഉണ്ടെങ്കിൽ അത് തെറ്റായിരിക്കും. അപ്പോൾ ബിയും തെറ്റാണ്. ഇതിലേക്ക് അയക്കുന്ന രചനകൾ പരമാവധി ചെറുതായിരിക്കണം. മാക്സിമം എന്ത് ചെയ്യണം? ചെറുതായിട്ടിരിക്കണം എന്നുള്ളത്. അതാണ് ശരിയായിട്ട് വരുന്നത്. മറ്റേത് അന്ന് ആദ്യമായി കണി കണ്ടത്, ആദ്യമായി കാണുന്നതിനാണല്ലോ കണി എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യമായി തന്നെ കണി എന്ന് പറയണം. അപ്പോൾ 2 ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഡിയും തെറ്റാണ്. അത് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തത്, നിന്റെ ഓട്ടക്കൈ നിന്നെ നശിപ്പിക്കും. ഈ വാക്യത്തിലെ ഓട്ടക്കൈ എന്ന ആശയം നമ്മൾ പറയാറില്ലേ, അവന്റെ ഓട്ടക്കൈയാണെന്ന് പറയാറുണ്ട് അല്ലേ. എന്താണ് ആ ഒരു പദത്തിന്റെ, ആ ഒരു പഴഞ്ചൊല്ലിന്റെ അല്ലെങ്കിൽ ആ ഒരു ശൈലിയുടെ അർത്ഥം? പഴഞ്ചൊല്ലല്ല, ഒരു ശൈലിയുടെ അർത്ഥം എന്താണ്? പിശുക്ക്, ദാരിദ്ര്യം, ചിലവ് നിയന്ത്രണം, വർദ്ധിച്ച ചിലവ്. ഓട്ടക്കൈ എന്ന് പറയുന്നത് എത്ര ഇതാക്കിയാലും അതുണ്ടാവില്ല. വർദ്ധിച്ച ചിലവ് അതുകൊണ്ട് കയ്യിലൊന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വർദ്ധിച്ച ചിലവ് എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ നിഷ്ഫലമായ പ്രവർത്തനം, ഫലമില്ലാത്ത പ്രവർത്തനം ഏതാണ് എന്ന ആശയത്തിനോട് യോജിക്കാത്ത ശൈലിയാണ് കേട്ടോ. നിഷ്ഫലമായ പ്രവർത്തനം, ആ ആശയത്തോട് യോജിക്കാത്ത ശൈലി. നോക്കിയേ, കുരുടനെ കണ്ണാടി കാണിക്കുക. കുരുടനെ കണ്ണാടി കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു നിഷ്ഫലമായ പ്രവൃത്തിയാണ്. പിന്നെ പോത്തിനോട് വേദമോതുക, ഡി. പോത്തിനോട് വേദമോതുക എന്ന് പറയുന്നത് നിഷ്ഫലമായിട്ടുള്ള ഒരു കാര്യമില്ല. പോത്തിനോട് വേദം ഓതിട്ട് എന്താ കാര്യം എന്ന് പറയും നമ്മൾ. അതുപോലെ എന്താണ്, തിര എണ്ണാൻ പറ്റും, ഒരു നിഷ്ഫലമായ പ്രവൃത്തിയാണ്. അപ്പോൾ ഇതിനകത്ത് നിഷ്ഫലമായ പ്രവർത്തനം എന്ന ആശയത്തോട് യോജിക്കാത്തതാണ്. നിഷ്ഫലമായ പ്രവർത്തനം കാണുമ്പോൾ ആ ഒരു ആശയമാണ് ഉദ്ദേശം, തെറ്റിദ്ധരിക്കരുത്. തിര എണ്ണിക്കുക എന്ന് പറഞ്ഞാൽ നിഷ്ഫലമായ പ്രവർത്തനമല്ല. തിര എണ്ണിക്കുക എന്ന് പറഞ്ഞാൽ തിര എണ്ണുക എന്നുള്ളതാണ് നിഷ്ഫലമായ പ്രവർത്തനം. തിര എണ്ണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ബുദ്ധിമുട്ടിക്കുക, പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ യോജിക്കാത്ത ശൈലി ഓപ്ഷൻ സി ആണ്. അടുത്തത്, ഇരുമുഖം എന്നത് എന്തിന് ഉദാഹരണമാണ്? ഇരുമുഖം എന്ന് പറയുന്ന ഒരു വിശേഷണവുമായി ബന്ധപ്പെട്ടല്ലേ, ശുദ്ധമാണോ, ക്രിയാഞ്ജകമാണോ, പാരിമാണികമാണോ, സാഖ്യമാണോ? ഇരുമുഖം എന്ന് പറയുന്നത്, ഇരുമുഖം എന്ന് പറയുന്നത് ഏതിൻ്റെ ആൻസറാണ്? കറക്റ്റ് ആൻസർ എന്താണ്? സാഖ്യമാണ് അല്ലെ. ഒരു സംഖ്യയുമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് അവിടെ. ഇരുമുഖം എന്ന് പറയുന്നത് ഒരു സംഖ്യയായിട്ടാണ് അവിടെ എന്ത്, പഞ്ചലോഹം, അതൊക്കെ ഒരു സംഖ്യയിൽ തുടങ്ങുന്ന വിശേഷണമാണ്. വിശേഷണം പല രൂപത്തിലുണ്ട്. ശുദ്ധമായിട്ട് വരുന്നതുണ്ട്, പാരിമാണികമായിട്ട് വരുന്നുണ്ട്, സംഖ്യ കൊണ്ടുള്ള ഒരു വിശേഷണം അവിടെ പറയുന്നുണ്ട്. അതാണ് ഇരുമുഖം എന്ന് പറയുന്നത്. അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, ശുദ്ധം എന്ന ഭേദകത്തിന് ഉദാഹരണം എന്താണ്? ശുദ്ധം എന്ന ഭേദകത്തിന് നേരത്തെ പറഞ്ഞില്ലേ, ഇരുമുഖം എന്ന് പറഞ്ഞു അതേതാണ്? സാഖ്യമാണ്, ഇതൊരു ഭേദകമാണ്. ഇതേപോലെ ശുദ്ധം എന്ന് പറയുന്ന അവിടെ ഭേദകം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭേദകം എന്ന് പറഞ്ഞാൽ എന്താ? വിശേഷണമാണ് കേട്ടോ. വിശേഷണം അത് പല രൂപത്തിലും വരും.
അതിലൊന്നാണ് സംഖ്യ കൊണ്ട് ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു. ശുദ്ധം എന്ന് പറയുന്ന നോക്കി ഏതാണ്? ദശാവതാരം, ധീരനായ യോദ്ധാവ്, നാഴി അരി ഇവയൊന്നുമല്ല. ശുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുദ്ധമായിട്ട് വരുന്നത് അതാണ്. ചെറുപയർ എന്നൊക്കെ പറയില്ലേ, അതേപോലെ. അപ്പൊ ഇതിനകത്തൊന്നും ദശാവതാരം എന്ന് പറയുന്നതും ധീരനായ യോദ്ധാവ്, നാഴി അരി ഇതൊക്കെ എന്തല്ല? ശുദ്ധം എന്നുള്ള വിഭാഗത്തിൽ പെട്ടതല്ല. ശുദ്ധം എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ എന്താകും? ചെറുപയർ, വൻപയർ അതിനകത്ത് തന്നെ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ആഡ് ചെയ്ത് അങ്ങനെ പറയുന്നതല്ല. അപ്പോൾ എന്താണ്? ആ ഒരു സംഭവം ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇവിടെ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കണം കേട്ടോ. കൃഷ്ണ കവിതകൾ ആരുടെ കൃതിയാണ്? കൃഷ്ണ കവിതകൾ ആരുടെ കൃതിയാണ്? വൈലോപ്പിള്ളി, സുഗതകുമാരി, അതേപോലെ ബാലാമണിയമ്മ, ഉറൂബ്. ആരുടേതാണ് കൃഷ്ണ കവിതകൾ എന്ന് പറയുന്നത്? സുഗതകുമാരിയുടെ കവിതയാണ്. സുഗതകുമാരി നമ്മൾ എപ്പോഴും കൃതികൾ പഠിക്കുമ്പോൾ ഒരു കഥ ഉണ്ടാക്കി പഠിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് നോക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കഥയാണ് സുഗതകുമാരിയുമായി ബന്ധപ്പെട്ട കൃതികൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഒരു കൃഷ്ണഭക്തയുടെ കഥ പറഞ്ഞിരുന്നു. അവിടെ കൃഷ്ണ കവിതകൾ എന്ന് പറയുന്നത് സുഗതകുമാരിയുടേതാണ്. ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എന്നിലൂടെ എന്ന ആത്മകഥ ആരുടേതാണ്? ആത്മകഥയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് LP UPക്കും അതേപോലെ തന്നെ കേട്ടിട്ടും ഒക്കെ ചോദിക്കുന്ന സംഭവമാണ്. ഇവിടെ ഏതാണ് വരുന്നത്? ബഷീർ, കുഞ്ഞുണ്ണി മാഷ്, തകഴി, തിക്കൊടിയൻ. ഇവിടെ ആത്മകഥ എന്നിലൂടെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്ത ഒരു മാഷ്, അധ്യാപകൻ ക്ലാസ്സിൽ വന്നാൽ എപ്പോഴും തല്ലുപിടിക്കുമ്പോൾ കുട്ടികളൊക്കെ തല്ലുപിടിച്ച് അല്ലെങ്കിൽ പറഞ്ഞനുസരിക്കാനൊക്കെ എന്താ പറയാ, ഞാനൊക്കെ എങ്ങനെ വളർന്നത്, ഞാനൊക്കെ ഇങ്ങനെ ഓരോ അവരുടെ അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ? അപ്പൊ എന്നെ കുറിച്ച് പറയുന്നത് ആരാണ്? മാഷന്മാരാണ്. അങ്ങനെ കണക്ട് ചെയ്യുക. കുഞ്ഞുണ്ണി മാഷാണ്. കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥയാണ് ഏത്? എന്നിലൂടെ എന്ന് പറയുന്നത് കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥയാണ്. അടുത്തത് ആൾക്കൂട്ടം ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൾക്കൂട്ടം എന്നത് ഏത് സാഹിത്യ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഏതാണ്? നോവലാണ് അല്ലെ? ഇവിടെ നോവൽ, കഥ, ലേഖനമുണ്ട്. ആൾക്കൂട്ടം എന്ന് പറയുന്നത് നോവൽ എന്ന സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ആരുടേതാണ് ആൾക്കൂട്ടം എന്ന് പറയുന്നത്? ആനന്ദിൻ്റെതാണ്. അതും നമ്മൾ കഥ വെച്ച് പറഞ്ഞിരുന്നു. ആനന്ദിൻ്റെതാണ് ആൾക്കൂട്ടം എന്ന് പറയുന്നത്. അപ്പോൾ സച്ചിദാനന്ദൻ, ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആൾക്കൂട്ടം അത് നോവൽ വിഭാഗത്തിൽ പെടുന്നതാണ്. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? തകഴി, ബാലാമണിയമ്മ, KM ജോർജ്, ശൂരനാട് കുഞ്ഞൻപിള്ള. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ കോഡ് വീഡിയോ കണ്ടാൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകും അല്ലേ? എന്താണ് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള ആള് എന്ന് പറയുന്നത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ എന്ന് നമ്മൾ കണക്ട് ചെയ്തിരുന്നു. ഇനിയുള്ള കുഞ്ഞുങ്ങളും അതുപോലെ ബാലന്മാരും ഇപ്പൊ രണ്ടു പേര് നമുക്ക് കിട്ടി. കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ശൂരനാട് കുഞ്ഞൻപിള്ള. ആദ്യമായി കിട്ടിയിട്ടുള്ള ആള് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. എന്നാൽ സ്ത്രീ വിഭാഗത്തിൽ ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത് ബാലന്മാരെന്ന് പറഞ്ഞ് കണക്ട് ചെയ്തു ബാലാമണി അമ്മയാണ്. ബാലാമണി അമ്മയ്ക്കാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? സ്ത്രീ വിഭാഗത്തിൽ കിട്ടിയിട്ടുള്ളത്. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? കുഞ്ഞൻപിള്ള അല്ലേ? അങ്ങനെ ഓർത്ത് വെക്കുക. ശൂരനാട് കുഞ്ഞൻപിള്ള കേട്ടോ. അടുത്തത് ഡോക്ടർ ഡി ബാബു പോൾ രചിച്ച നിഘണ്ടു ഏതാണ്? നിഘണ്ടുകളും നമ്മൾ പഠിച്ചു വെക്കണം. മലയാളത്തിലെ പ്രധാനമായിട്ടുള്ള വിജ്ഞാനകോശങ്ങൾ നിഘണ്ടുകളൊക്കെ പഠിച്ചു വെക്കണം. മലയാള ശൈലി നിഘണ്ടു, ശബ്ദധാരാവലി, വേദശബ്ദ രത്നാകരം, കഥകളി വിജ്ഞാനകോശം. ഡോക്ടർ ഡി ബാബു പോളിന്റെ ഏതാണ് അദ്ദേഹം രചിച്ചിട്ടുള്ള നിഘണ്ടു എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് വരുന്നത്? കറക്റ്റ് ആൻസർ അല്ലേ? വേദശബ്ദ രത്നാകരമാണ്. അപ്പൊ ഡോക്ടർ എന്ന് കണക്ട് ചെയ്യാം. ഡോക്ടർ എന്താണ്? ഇദ്ദേഹം നമ്മൾ വേദന വന്നാൽ, പെയിൻ വന്നാൽ എന്താണ്? ഡോക്ടർ അടുത്തല്ലേ പോകുന്നത്. അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഓർക്കുക. ഡോക്ടർ ഡി ബാബു പോൾ ആണ് വേദശബ്ദ രത്നാകരം രചിച്ചിട്ടുള്ളത്. താഴെ പറയുന്നതിൽ പി കേശവദേവിന്റെ കൃതി ഏതാണ്? പി കേശവദേവിന്റെ കഥ വെച്ചിട്ടുള്ള ക്ലാസ്, സ്റ്റോറി, ക്രൈം ത്രില്ലർ അത് നമ്മുടെ ചാനലിലുണ്ട്. നമ്മുടെ എഡ്സ്പാർക്ക് ലേണിംഗ് എന്ന് പറഞ്ഞ ചാനലുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അദ്ദേഹത്തിന്റെ കൃതി ഒരിക്കലും മറക്കാത്ത രൂപത്തിൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എഡ്സ്പാർക്ക് ലേണിംഗ് എന്ന് പറഞ്ഞ ചാനലിൽ പോയിട്ട് ആ കഥ കണ്ടിട്ട് കൃതികൾ പഠിക്കുക കേട്ടോ. എന്താണ്? അല്ല, കൃതി ഏതാണെന്നാണ് ചോദ്യം കേട്ടോ. ഏതാണ്? ഡൽഹിയാണോ, പ്രവാസമാണോ, കണ്ണാടിയാണോ, കണ്ണാടിയുടെ കാഴ്ചയാണോ? കണ്ണാടിയാണ് കറക്റ്റ് ആൻസർ. കണ്ണാടിയാണ്
പി കേശവദേവിൻ്റെ വരുന്നത്. ബാക്കി ഡൽഹി പ്രവാസം, അതുപോലെ തന്നെ കണ്ണാടിയുടെ കാഴ്ച, ഇതൊക്കെ ആരുടേതാണെന്ന് അറിയാമോ? എം മുകുന്ദൻ്റെ കൃതികളാണ് കേട്ടോ. എം മുകുന്ദൻ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഈ പറഞ്ഞതൊക്കെ. മയ്യഴിപ്പുഴയുടെ കഥാകാരൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവല്ലോ. ഓക്കെ. അടുത്ത് കുളൂസ് പറക്കോടൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? കുളൂസ് പറക്കോടൻ എന്ന് പറയുന്നത് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഒരു തെരുവിൻ്റെ കഥ, ഒരു ദേശത്തിൻ്റെ കഥ, 4 കെട്ട്, വിഷകന്യക. ഏതാണ്? ഇതൊക്കെ ആരുടേതാണെന്ന് നമുക്കറിയാലോ അല്ലേ? കറക്റ്റ് ആൻസർ ഏതാണ്? ഒരു ദേശത്തിൻ്റെ കഥ. എസ്.കെ. പൊറ്റക്കാടിൻ്റെ കൃതികളാണ് ഈ പറഞ്ഞതൊക്കെ കേട്ടോ. എസ്.കെ. പൊറ്റക്കാടിൻ്റെ കൃതികളാണ്. അതിൽ ഒരു ദേശത്തിൻ്റെ കഥയിലാണ് കുളൂസ് പറക്കോടൻ എന്ത് ചെയ്യുന്ന കഥാപാത്രം വരുന്നത്. അടുത്ത ചോദ്യം, കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥമായി വരുന്നത് ഏത്? കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്ന് പറഞ്ഞ ഇതൊക്കെ സാധാരണ പറയുന്ന എന്താണ് ശൈലികളൊക്കെയാണ്. എന്താണ്? വാക്സാമർത്ഥ്യമില്ലെങ്കിൽ നശിച്ചു പോകും, വീണ്ടു വിചാരമില്ലാത്ത സംഭാഷണം ശരിയല്ല, ലക്ഷ്യം തെറ്റിപ്പോയാൽ കുഴപ്പമാണ്, പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് എന്ത് ചെയ്യുന്നു? പറഞ്ഞു തീർക്കുന്നു. കിട്ടിയല്ലോ. അപ്പോൾ പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുന്നു എന്നുള്ളതാണ് എന്ത്? കഴുതക്കാമം കരഞ്ഞു തീർക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി കൊണ്ട് കഴിയാത്ത കാര്യം എന്താണ്? ചുമ്മാ ഇങ്ങനെ പറഞ്ഞു തീർക്കുക എന്നർത്ഥത്തിൽ. ബഷീറിനെ കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയതാരാണ്? പൂവൻപഴം നമ്മൾ കേട്ടിട്ടുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ബഷീറിന്റെ കൃതിയാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. എന്നാൽ പൂവൻപഴം എന്നുള്ള ഈ പ്രശസ്തമായിട്ടുള്ള കൃതി വേറൊരാൾ കൂടി എഴുതിയിട്ടുണ്ട്. അതാരാണ്? പി കേശവദേവാണോ? എസ്.കെ. പൊറ്റക്കാടാണോ? കാരൂർ നീലകണ്ഠപിള്ള തകഴി? ആരാണ്? സി ആണ് കറക്റ്റ് ആൻസർ കേട്ടാ. കാരൂർ നീലകണ്ഠപിള്ളയാണ് പൂവൻപഴം എന്ന പേരിൽ വേറൊരു കൃതി എഴുതിയിട്ടുള്ളത്. അടുത്തത്, ലൈബ്രറിയുടെ വാർഷിക ആഘോഷങ്ങളിൽ വെച്ച് പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് പാരിതോഷികങ്ങൾ നൽകി വരുന്നു. ഈ വാക്യത്തിലെ വരുന്നു എന്ന പ്രയോഗം നൽകുന്ന സവിശേഷാർത്ഥം എന്താണ്? അതായത് ലൈബ്രറിയുടെ വാർഷികാഘോഷത്തിൽ പഠനത്തിൽ മികവ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യുന്നു? പാരിതോഷികങ്ങൾ നൽകി വരുന്നു. അപ്പൊ എന്താണ്? വിനയമാണോ, ലഘുത്വമാണോ, ക്രമമാണോ, പതിവാണോ? അല്ലേ? ഞാൻ അവന് സമ്മാനങ്ങൾ കൊടുത്തു വരുന്നു, ഞാൻ അവന് കാശ് കൊടുത്തു വരുന്നു എന്നാൽ പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണത്. നമ്മൾ അങ്ങനെ കണക്ട് ചെയ്യുക കേട്ടോ. പതിവായിട്ട് അത് എന്താണ്? ആ വാർഷികാഘോഷത്തിൽ മികച്ച വിദ്യാർത്ഥികൾക്ക് പാരിതോഷികം നൽകുക എന്ന് പറഞ്ഞാൽ കുറെ നാളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, പതിവായി ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക. ഇത്തരം ചോദ്യ ശൈലികളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക, നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.